വീഡിയോയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറഞ്ഞത് ഏതാണ്? ഡൽഹി സർവകലാശാലയാണ്. ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. അതുപോലെ പറയുകയാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ കോഴ്സുകൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് അറിയാമോ? ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രീ കോഴ്സസ് ടു ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻസ്. അതായത് ഭിന്നശേഷിക്കാരായ സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് സൗജന്യ കോഴ്സുകൾ ആരംഭിച്ച ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി, അമർഖണ്ഡ്, മധ്യപ്രദേശ്. ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി, അമർഖണ്ഡ്, മധ്യപ്രദേശ്. അമർഖണ്ഡ്, മധ്യപ്രദേശ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഇന്ത്യയിലെ പ്രതിരോധ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഗർഗവോൺ, ഹരിയാന. ഡിഫൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, ഗർഗവോൺ, ഹരിയാന. ഗർഗവോൺ, ഹരിയാന. അതുപോലെ പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജീവ് ഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാൽ, മധ്യപ്രദേശ്. രാജീവ് ഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ഭോപ്പാൽ, മധ്യപ്രദേശ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല ഏതാണ്? നളന്ദ സർവകലാശാലയാണ്. ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ നളന്ദ യൂണിവേഴ്സിറ്റി, ബീഹാർ. നളന്ദ യൂണിവേഴ്സിറ്റി, ബീഹാർ. ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? നളന്ദ യൂണിവേഴ്സിറ്റി, ബീഹാർ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏതാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ സർവകലാശാല കേട്ടോ. ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുപോലെ പറയുകയാണെങ്കിൽ തക്ഷശില സർവകലാശാല എവിടെ സ്ഥിതി ചെയ്തു? തക്ഷശില സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തക്ഷശില സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാർ. തക്ഷശില യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് ബീഹാർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഈസ് ദ ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോൾ വിശ്വഭാരതി സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ, പ്രസന്റ് ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ എന്താണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഈസ് ദ ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. നരേന്ദ്രമോദി ഈസ് ദ ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അതുപോലെ പറയുകയാണെങ്കിൽ അതായത് പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സർവകലാശാലയുള്ള ഏതാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? പശ്ചിമ ബംഗാൾ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് വെസ്റ്റ് ബംഗാൾ. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് അറ്റ് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒന്നും ഡോക്ടറൂടെ പറഞ്ഞുതരാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച റേഡിയോ ചാനൽ ഏതാണ്? ഗ്യാൻവാണി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ റേഡിയോ ചാനൽ ഗ്യാൻവാണി. അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഏതാണ്? ഗ്യാൻ ദർശൻ ഇസ് ദ ടെലിവിഷൻ ചാനൽ സ്റ്റാർട്ടഡ് ബൈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഗ്യാൻ ദർശൻ എന്ന് പറയുന്ന ചാനൽ, ഗ്യാൻ ദർശൻ ഇസ് ദ ടെലിവിഷൻ ചാനൽ സ്റ്റാർട്ടഡ് ബൈ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ ടെലിവിഷൻ ചാനൽ ഗ്യാൻ ദർശൻ. എന്ന ചാനൽ ടെലിവിഷൻ ചാനൽ ആരംഭിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്.
അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അണ്ണാ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്. കേട്ടോ, വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ആൻസർ എന്താണ്? അണ്ണാ യൂണിവേഴ്സിറ്റി. അണ്ണാ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? എല്ലാവർക്കും വളരെ മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക? വീഡിയോ തുടർച്ചയായിട്ട് കാണുക.